അങ്കമാലി KSRTC ടെർമിനലിൽ വളരെ നാളുകളായിട്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത യാത്രക്കാർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മാത്രവുമല്ല, വർഷകാലമാകുമ്പോൾ അവിടെ യാർഡ് പൂർണ്ണമായിട്ടും കുഴികൾ രൂപപ്പെട്ട് വെള്ളക്കെട്ടുണ്ടാവുന്നത് വലിയ പ്രയാസമാണ്. ഇത് നിരവധി തവണ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ളതുമാണ്. ഇത് മന്ത്രിയുമായിട്ടുമൊക്കെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഇവിടെ സ്ഥലത്ത് വന്ന് ഇത് നേരിട്ട് കാണുകയും അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിലാണ് മറ്റു മാർഗ്ഗങ്ങളില്ലാതെ വന്നപ്പോൾ MLA ഫണ്ടിൽ നിന്നും ഇത് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 75 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശുപാർശ നൽകിയത്. പക്ഷേ അത് MLA ഫണ്ട് മാനദണ്ഡമനുസരിച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ റിജക്ട് ചെയ്തിരിക്കുകയാണ്, അത് നിരസിച്ചിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഇതിന് പണം അനുവദിക്കുന്നുമില്ല, എന്നാൽ MLA ഫണ്ടിൽ ഉപയോഗിച്ച് ചെയ്യുവാനായിട്ടുള്ള അനുമതിയും നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും നമ്മൾ വീണ്ടും അത് സർക്കാരിൽ പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള അനുമതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നെങ്കിൽ MLA ഫണ്ടിൽ അത് നിർമ്മിക്കുവാനായിട്ടുള്ള അനുമതി നമുക്ക് ലഭ്യമാകണം, അല്ലെങ്കിൽ സർക്കാർ തന്നെ അതിനെ തുക അനുവദിച്ചുകൊണ്ട് ഈ ശോചനീയാവസ്ഥ പരിഹരിക്കുവാനായിട്ടുള്ള നടപടി ഉണ്ടാവണം.